ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. സോ ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് തംബ്നെയിലിൽ പറയുന്ന പോലെ തന്നെ 25 തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു ബിഫോർ 2025 ends. ഇനിയിപ്പം ഈ വർഷം ചിലവർക്ക് നല്ലതായിരുന്നു, ചിലവർക്ക് മോശമായിരുന്നു. സോ ഒരു മിക്സഡ് ഒരു ഇതായിരുന്നു അല്ലെ. എന്നെ സംബന്ധിച്ചോളം ഓക്കെ ഒരു ഇയർ ആയിരുന്നു. ഭയങ്കര സംഭവമല്ലായിരുന്നു, എന്നാട്ട് ഭയങ്കര ബാഡും അല്ലായിരുന്നു. സോ ഈ ഒരു വർഷം എന്ത് ചെയ്യുവാണല്ലോ, ഇനി അടുത്ത വർഷം നന്നാവാമല്ലോ, അങ്ങനെയൊക്കെയുള്ള ചിന്ത വിട്ടിട്ട് ഇനി നമുക്ക് കഷ്ടിച്ചൊരു രണ്ട് മാസം എന്നില്ല, ഒരു 1.5 മാസം കൂടെ നമുക്കുണ്ട്. സോ ഈ 1.5 മാസത്തിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയില് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ദ ഫസ്റ്റ് തിങ് വാസ് ഡീക്ലട്ടർ. ഡീക്ലട്ടർ എന്ന് വെച്ചാല് നമുക്ക് അൺവാണ്ടഡ് അല്ല, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. ഇപ്പോ ഇൻ ദ സെൻസ് നമുക്ക് നമ്മുടെ റൂമിലായിക്കോട്ടെ, നമ്മുടെ ചുറ്റുപാടും ആയിക്കോട്ടെ, നമുക്ക് വേണ്ടാത്ത അൺനെസസറി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഈവൻ റൂമിന്റെ ക്ലീനിങ് കാര്യങ്ങൾ അതൊക്കെ ആവാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഈ ഡീക്ലട്ടറിൽ തന്നെ പലവിധ സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പൊ രണ്ടാമതായിട്ട് നമുക്ക് സോഷ്യൽ ഡീക്ലട്ടർ പറയാൻ പറ്റും. അതായത് നമുക്കിപ്പോ ഒരുപാട് പേരുമായിട്ട് നമ്മൾ ഇടപഴകുന്നുണ്ട് ഡേ ടു ഡേ ലൈഫിൽ. സോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എല്ലാവരെയും നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആക്കി വെക്കാനോ അല്ലെ എല്ലാവരുടെ അടുത്തും നമ്മൾ ഓക്കെ ആവണമെന്നില്ല. സോ നമുക്ക് ഓക്കെ അല്ലാത്തവരെ മാറ്റി നിർത്തുക. മീൻസ് ഇൻ ക്യാരക്ടർ വൈസ് കേട്ടോ. നമുക്ക് ഓക്കെ അല്ല, നമുക്ക് അവരുടെ അടുത്ത് നമ്മൾ അവരുടെ കൂടെ പോയാൽ നമ്മൾ നെഗറ്റീവായി പോകുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊന്നും നമ്മൾ മാറി നിൽക്കുക. സോ അത് ഒരു സോഷ്യൽ ഡീക്ലട്ടറിന്റെ ഭാഗമാണ്. അപ്പം ഈ ഒരു പ്രോസസ്സും കൂടെ ഡീക്ലട്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ തേർഡ് വൺ ഇസ് മെന്റൽ ഡീക്ലട്ടർ. മെന്റൽ ഡീക്ലട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ്, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് തോട്ട്സ് ഉണ്ട്. മേ ബി ഇപ്പൊ കമ്പാരിസൺ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളൊരു വീഡിയോ കാണുകയാണെങ്കിൽ ഓക്കെ അവരുടെ ലൈഫ് അവരെങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നു, എന്തുമാത്രം അവർ ഏൺ ചെയ്യുന്നുണ്ട്. നമ്മളിത് കാണണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളിത് കാണും തോറും നമ്മൾ അവരുമായിട്ട് നമ്മുടെ ഇടയിൽ ഒരു കമ്പാരിസൺ വരികയാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നിട്ട് സ്വയമേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം സെൽഫ് ഡൗട്ട് എന്ന് പറയും. നമുക്ക് നമ്മളെ തന്നെ ഓക്കെ ഞാനത് ചെയ്താൽ ശരിയാവോ, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചിന്തകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്താം. സോ മെന്റൽ ഡീക്ലട്ടർ ഇതിന്റെ പാർട്ടാണ്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം പാർട്ടാണ് ഈ പറഞ്ഞത്. അതുപോലെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാം. ഫോർത്ത് വൺ ഇസ് സ്കിൻ കെയർ റുട്ടീൻ. എല്ലാരും പറയും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ബേസിക് ഒരു സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഒക്കെ ആണെങ്കിൽ പോലും നല്ലത് നോക്കി മേടിക്കുക, അത് യൂസ് ചെയ്യുക, ഡെയിലി യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഫേസ് ക്ലീൻ ആക്കി വാഷ് ചെയ്ത് എപ്പോഴും സൂക്ഷിക്കുക. ഇപ്പം പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക, നല്ല ടവല് വെച്ച് യൂസ് ചെയ്യുക, ഫേസിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ടവല് യൂസ് ചെയ്യുക. അതേപോലെ ഈ സ്കിൻ കെയർ റുട്ടീനിൽ തന്നെ വരുന്നതാണ്. നമ്മളിപ്പം ഒരു ഷെൽഫ് ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ സ്കിൻ കെയർ കാര്യങ്ങൾ പ്രൊഡക്റ്റ് ഒക്കെ വെക്കുന്നത്. സോ അവിടെ നിന്ന് നോക്കി നമുക്കറിയാം കുറെ എക്സ്പയർ കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവാം. അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റുക, പുതിയ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് മോർണിംഗ് റുട്ടീൻ. ഒരു നല്ലൊരു മോർണിംഗ് റുട്ടീൻ. എനിക്ക് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടൊരു മോർണിംഗ് റുട്ടീൻ ഒന്നുമില്ല, ബട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. എന്ന് വെച്ച് 5 മണിക്ക് എണീക്കുക, 5:30 ബ്രഷിംഗ്, ബാത്തിങ്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ബേസിക് ആയിട്ടൊരു മോർണിംഗ് റുട്ടീൻ. ഇപ്പൊ നേരത്തെ എഴുന്നേക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മോർണിംഗ് റുട്ടീൻസ് സെറ്റ് ചെയ്യുക. സ്റ്റാർട്ട് റീഡിങ് എ ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫുള്ള് വായിച്ച് ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർക്കണം എന്നല്ല, കുറച്ച് വെച്ചിട്ട് വായിച്ച് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്, ഒരു റീഡിങ് ഹാബിറ്റ് തുടങ്ങുക എന്നുള്ളത്. ഈ ഹാബിറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അടുത്ത് നമുക്ക് പറയാൻ പറ്റും ബാഡ് ഹാബിറ്റ്സ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും പലതരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ്. ഈവൻ നമുക്കതറിയാം, ഓക്കെ ഇത് ചെയ്യുന്നത് തെറ്റാണ് അല്ലെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കൺട്രോൾ ചെയ്യുക ബാഡ് ഹാബിറ്റ്. ഈവൻ സ്മോക്കിംഗ് ആയിക്കോട്ടെ അല്ലെ വേറെ എന്ത് ബാഡ് ഹാബിറ്റ് ആണെങ്കിലും അത് പയ്യെ നിർത്താൻ നോക്കുക. പിന്നെ അടുത്തതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾക്ക് ഇന്ന് സംഭവിച്ചിട്ടുള്ള അല്ലെ ആ ഒരു ഡേയിൽ സംഭവിച്ചിട്ടുള്ള നമ്മൾ നന്ദി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ
അതിപ്പോ ജോലി സ്ഥലത്തായിക്കോട്ടെ, പഠിക്കുന്ന സ്ഥലത്തായിക്കോട്ടെ, ഈവൻ നമ്മുടെ വീട്ടില് ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ, എന്താണ് സംഭവിച്ചത് അതൊന്നും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. സോ വി ഫീൽ ഗ്രേറ്റ്ഫുൾ. അതൊരു ബെറ്റർ ഒരു കാര്യമാണ്. നമ്മൾക്ക് ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ലെ ഒരു പോസിറ്റീവ് ഡേക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണത്. അതേപോലെ തന്നെ ചേഞ്ച് യുവർ ലുക്സ്. ഇപ്പൊ നിങ്ങൾ ഡെയിലി പോകുന്ന ഒരേ പാറ്റേൺ ആണെങ്കിൽ അതൊന്ന് ജസ്റ്റ് മാറ്റി പിടിക്കാം. ഇപ്പം പെട്ടെന്നൊരു മാറ്റപ്പെടുത്തുന്ന പറഞ്ഞാൽ ഇന്ന് വരെ ഒരേ ഇതിൽ പോയ കംഫർട്ടബിൾ ആണെങ്കിൽ ഓക്കെ. ബട്ട് ഇപ്പം ഡെയിലി ഹെയർ പല രീതിയിൽ ട്രൈ ചെയ്യുന്നവർ, ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. മേക്കപ്പ് ലുക്സിലാണെങ്കിലും പല രീതിയിൽ ട്രൈ ചെയ്യുന്നത്, ഈവൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് പോലും മാറ്റുന്ന, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ നമ്മുടെ ലുക്കിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാം. സോ അറ്റ് ദ ടൈം നാളെ നമ്മൾ ഓഫീസിലെല്ലാം സ്കൂളിൽ പോകും, ഇന്നെന്താ ഒരു മാറ്റം ഉണ്ടല്ലോ, ജസ്റ്റ് അത് പറയുമ്പോൾ ഇത് കൊള്ളാലോ, അങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് പറയുമ്പോഴത്തേനും നമുക്കൊരു സന്തോഷമാണ്. സോ അതാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. സേ സോറി ടു സമ്മൺ യു ഹേർട്ട്. ഈ ഒരു വർഷത്തിൽ നിങ്ങൾ കാരണം അറിഞ്ഞോ അറിയാതെയോ ഒരാളെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഡയറക്ട്ലി പോയി സോറി പറയാം. നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളോടൊരു സോറി പറയാം. സോ അത് ഈവൻ നമ്മുടെ ഉള്ളിലും നമുക്കും ക്ലിയർ ആവും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ക്ലിയർ ആവും. അത് ഇതിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണത്. അതേപോലെ ഈ ഒരു സമയത്ത് ഈ ഒരു 1.5 മന്തിൽ നമുക്കൊരു മിനി ട്രിപ്പ്, ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ കൊളീഗ്സ് ആയിട്ടോ ഒരു മിനി ട്രിപ്പ്, തൊട്ടടുത്തുള്ള ഡെസ്റ്റിനേഷൻ ആയിക്കോട്ടെ, ഒന്ന് പോവാൻ ശ്രമിക്കുക. കുറച്ചു നേരം എൻജോയ് ചെയ്യാം. ഒരു ബീച്ച് വ്യൂ ആയിക്കോട്ടെ, ഒരു മൗണ്ടൻ വ്യൂ ആയിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ജേർണലിംഗിന്റെ ഒരുപാട് വീഡിയോസ് ഇപ്പൊ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ ജേർണലിംഗ് ഇപ്പം എന്റെ ലൈഫിൽ ഉണ്ടാക്കിയ ജേർണലിംഗ് എന്ന് പറയുമ്പോഴേ പല ഫോട്ടോസ് പല കാര്യങ്ങൾ വെട്ടി ഒട്ടിക്കുക എന്നതിലുപരി നമ്മുടെ തോട്ട്സ്, നമുക്ക് ഒരു മോർണിംഗിൽ എണീക്കുമ്പോൾ നമുക്ക് എന്താണോ തോന്നുന്നത്, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, ആ കാര്യങ്ങളെയൊക്കെ കൂടി നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ഇതിൽ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു. അതാണ് ജേർണലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുക. അല്ലാതെ അതിന് ഭയങ്കര കളറുള്ള ബുക്ക് വേണം, എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വേണം, അങ്ങനെയൊന്നുമില്ല. ജേർണലിംഗ് ഈസ് എ ഗുഡ് പ്രാക്ടീസ്. അത് ഒരു എന്താ പറയാ, നമുക്ക് നമ്മളിലോട്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ടൈമാണ്. നമ്മൾ അത് ഒരുപാട് മണിക്കൂറൊന്നും ഇരുന്ന് എഴുതണമെന്നോ അല്ല ഇത്ര പേജ് ഇരുന്ന് എഴുതണമെന്നോ ഒന്നുമില്ല. ഒരു മൂന്ന് സെന്റൻസ് ആയിക്കോട്ടെ. സോ ആ ഒരു ടൈം നമ്മുടെ ഇപ്പം ഡേ എൻഡിലാണ് നമ്മൾ ഇത് എഴുതുന്നതെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസത്തെ ഫുൾ കാര്യങ്ങൾ നമ്മൾ ഒന്ന് റിക്കളക്ട് ചെയ്യും. അതൊരു എന്താ പറയാ ഗുഡ് തിങ് ആണ്. അതേപോലെ തന്നെ അഫർമേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഇതിലെ പോലെ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്ത് മറ്റേ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, കണ്ണടച്ച ആ സാധനം തന്നെ വേറൊരാൾക്ക് ദ്രോഹം ചെയ്യാതെ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. മിറർ അഫർമേഷൻ, അതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മളെ തന്നെയാണ് നമ്മുടെ മിററിൽ കാണുന്നത്. സോ അറ്റ് ദ ടൈം നമ്മൾ മിററിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുകയാണ്, യെസ് ഐ ആം കോൺഫിഡന്റ് ആൻഡ് എവ്രി വൺ ലവ്സ് മീ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേനും നമ്മളോട് തന്നെ പറഞ്ഞ് ഇത് നമ്മൾ ഊട്ടി ഉറപ്പിക്കുകയാണ്. സോ ബ്രെയിനിലൊരു കണക്ഷൻ വരും, യെസ് നമ്മൾ കോൺഫിഡന്റ് ആണ്, നമ്മൾ നെവർ ഗിവ് അപ്പ് ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. സോ നമുക്ക് പോസിറ്റീവ് തിങ്സ് അട്രാക്ട് ചെയ്യും. ഇതൊരു മെത്തേഡാണ് മിറർ അഫർമേഷൻ എന്ന് പറയുന്നത്. സോ അത് എത്രത്തോളം പറഞ്ഞു എന്നെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാതെ അതിനൊരു റിസൾട്ട് എന്നുള്ള രീതിയിൽ കിട്ടാൻ പോണില്ല. ദെൻ വിഷൻ ബോർഡ് സെറ്റിംഗ്. വിഷൻ ബോർഡ് ഈ പറഞ്ഞ പോലെ ഞാനും കുറെ വീഡിയോസ് കണ്ട്. ഞാൻ ഈ വർഷം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി. നമുക്ക് വിഷൻ ബോർഡ് പല രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാൻ വിഷൻ ബോർഡിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ഇടാം. സോ 2026 നമുക്ക് എന്തൊക്കെ ഗോൾസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെ സ്ഥലങ്ങളിലാണ് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴേ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ജസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അതിന് വേണ്ട പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. അത് ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് മെമ്മറീസ്. നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെ നമുക്ക് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അവരുടെ ഒപ്പം പോയതോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോട് നമ്മുടെ മെമ്മറീസ് ഒരു ചെറിയൊരു ഇതാക്കി മേനെ പിക്ചേഴ്സ് എടുത്തിട്ട് അതൊരു പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക. ഇപ്പൊ ജേർണലിൽ ചെയ്യുന്നവരാണെങ്കിൽ അതിലോട്ട് ആഡ് ചെയ്യുക. അങ്ങനെ മെമ്മറീസ് മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സെൽഫ് പാമ്പറിങ്. നമുക്ക് വേണ്ടിയിട്ട് ഈ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിൽ നമ്മൾ ഭയങ്കര കുറെ കാര്യങ്ങളായിട്ട് തിരക്കായിരിക്കാം.
അപ്പൊ സെൽഫ് പാമ്പറിങ്ങിന് വേണ്ടിയിട്ട് ഹെയർ കെയർ ആയിക്കോട്ടെ, ഒരു സ്പാ ആയിക്കോട്ടെ, പെഡിക്യൂർ, മാനിക്യൂർ, എന്താണോ നിങ്ങളുടെ ഫേവറേറ്റ്. ഇപ്പം ഒരു ഹെഡ് മസാജ് ആയിക്കോട്ടെ, ഹോട്ട് ഓയിൽ മസാജ് ആയിക്കോട്ടെ, എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം അത് പ്രകാരം നമുക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് പാമ്പറിങ് ഡേ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പോവുക. അതുപോലെ ഓർഗനൈസ് യുവർ വാർഡ്രോബ്. നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാവും, അല്ലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, ആക്സസറീസ് ആയിക്കോട്ടെ, അങ്ങനെ. അപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക വാർഡ്രോബിൽ. അപ്പൊ പഴയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റുക, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ചാരിറ്റി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ. ദെൻ ഡിജിറ്റൽ ക്ലീനപ്പ്, അതായത് ഇപ്പൊ നമ്മുടെ ഫോൺ ഗാലറിയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവും. ഇപ്പൊ എന്താ പറയാ, വാട്സ്ആപ്പ് മെസ്സേജസ് ഉണ്ടാവാം, ഈ ഗുഡ് മോർണിംഗ് പോലുള്ള മെസ്സേജുകൾ, അല്ലെങ്കിൽ എന്താ പറയാ വെറുതെ വരുന്ന ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാവാം. അപ്പൊ ഇത്തരത്തിലുള്ള മെസ്സേജുകളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട്, അല്ല ഇത്തരത്തിലുള്ള ഫോട്ടോസ് നമ്മുടെ ഗാലറിയിൽ വരുന്നത് അതൊക്കെ ഡിലീറ്റ് ചെയ്തിടുക. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തിടുക. അങ്ങനെ നമുക്ക് അത് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, നമുക്ക് സ്പേസും കിട്ടും. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു തവണയിലും ഒന്ന് റീചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതും ഒരു നല്ല കാര്യം തന്നെയാണ്. അടുത്തത് ലേൺ സംതിങ് ന്യൂ. അതിപ്പോ ഒരു സ്കില്ലായിക്കോട്ടെ, ഇപ്പൊ ഒരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കുന്ന ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന. ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ക്രോച്ചറ്റ് മേക്കിംഗ്, അങ്ങനെ ഒരുപാട്. നമ്മുടെ സ്ക്രീൻ ടൈം കുറച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ എൻഗേജ് ആവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല്, അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പഠിക്കുക. അതുപോലെ റീഓർഗനൈസ് യുവർ ബെഡ്റൂം സ്പേസ്, അല്ലെങ്കിൽ ഫുൾ എന്താ പറയാ ഹൗസിൽ ഏതെങ്കിലും ഒരു സ്പേസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ല ഫുൾ ഒരു ഹൗസ് ക്ലീനിങ് അങ്ങനെ ഒരു ഡേ മേക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടെ ചേർന്ന്, ഫാമിലി മെമ്പേഴ്സ്, അതായത് അച്ഛനമ്മ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ചെറിയൊരു ക്ലീനിങ് പരിപാടി, ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാം. ഇനി സർപ്രൈസ് എ ഫ്രണ്ട്, അതായത് സർപ്രൈസസ് ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്. ഇപ്പം അത് ബർത്ത്ഡേ ആവണമെന്ന് തന്നെ ഇല്ല, എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈവൻ പാരന്റ്സ് ആയിക്കോട്ടെ, നമ്മളൊരു സർപ്രൈസ് അവർക്ക് കൊടുക്കുക. അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, അതൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതും ഈ വർഷം നമുക്ക് ചെയ്യാൻ പറ്റിയ, ഇപ്പൊ ബർത്ത്ഡേസ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി. എല്ലാവരും തിരക്കിനിടയ്ക്ക് പല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നവര്, ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, എക്സാംസ് ഇപ്പൊ നടക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടാറില്ല. സോ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ഇരിക്കുക, അവരുമായിട്ട് സംസാരിക്കുക. ഇപ്പൊ എല്ലായിടത്തും ന്യൂക്ലിയർ ഫാമിലി ഒക്കെ ആയപ്പോഴത്തേനും അധികം സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല, എല്ലാവരും തന്നെ ഫോണിലാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് ഫാമിലിയുടെ കൂടെ ഇരുന്ന്, ഇപ്പം ഈവൻ ഫുഡ് കഴിക്കുന്ന ഒരു സമയം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സമയം, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഒരു TV കാണുന്ന ആയിക്കോട്ടെ, അങ്ങനെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ഒരു മൂവി ഡേറ്റ്, ഏത് സിനിമ ആയിക്കോട്ടെ, സിനിമയ്ക്ക് കാണാൻ പോവാം. ഇഷ്ടമുള്ള ഇപ്പൊ ഇറങ്ങുന്ന റിലീസ് ആയിക്കോട്ടെ, റിലീസ് ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഒരു പടം ഫ്രണ്ടിന്റെ കൂടെയോ ഒറ്റയ്ക്കോ എങ്ങനെയാന്ന് വെച്ചാൽ എൻജോയ് ചെയ്ത് ഒരു പടം കാണാൻ പറ്റുക, അതും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സ്റ്റാർട്ട് എ ഹെൽത്തി ഹാബിറ്റ്. ഇപ്പോ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോ നമ്മള് ഇപ്പൊ ഈവൻ ചെറിയ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡീഹൈഡ്രേറ്റഡ് ഇഷ്യൂ സംഭവിക്കുന്ന കുറെ പേരുണ്ട്. അപ്പം മാക്സിമം വെള്ളം കുടിക്കുക. അതിലൊരു ഇത്ര 3 ലിറ്ററോ എങ്ങനെയാന്ന് വെച്ചാൽ അത് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ നല്ല ഫുഡ് ഇൻടേക്ക് പ്രോപ്പർ ആയിട്ട്, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിക്കുക. ജങ്ക് ഫുഡ്സ് കൂടുതൽ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽത്ത് നമ്മുടെ പ്രയോറിറ്റി ആക്കണം. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. ഫൈനൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഇയറിൽ അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് സംഭവിക്കാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ നമുക്ക് സംഭവിച്ച ഈ ഒരു ഇത്ര നാൾക്കുള്ളിൽ നമുക്ക് സംഭവിച്ച മിസ്റ്റേക്സ് നമുക്കൊരു ലെസൺ ആക്കിയെടുത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. അതിന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് റീതിങ്ക് ചെയ്യുക. അതിനെ ഒരു ലെസൺ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഫൈനൽ ആയിട്ട് പറയാനുള്ളത്. സോ ദീസ് ആർ ദ 25 തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു ബൈ ദ എൻഡ് ഓഫ് ദി ഡേ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. താങ്ക് യു.